എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ബൂളിയൻ നോട്ട് എങ്ങനെ തയ്ക്കണമെന്ന് കാണിച്ചായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ബൂളിയൻ നോട്ട് വെച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിൽ ഫ്ലവേഴ്സ് എങ്ങനെ തയ്ക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഒരു 7 ടൈപ്സ് കാണിക്കാമെന്നാണ് വിചാരിക്കണേ. പക്ഷേ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ വെച്ചാൽ ഒത്തിരി ലെങ്തി ആവും. അതുകൊണ്ട് ഇന്ന് ഞാൻ 4 ഫ്ലവേഴ്സ് കാണിക്കാം. അടുത്ത ദിവസം ബാക്കിത്തെ 3 ഫ്ലവേഴ്സും കാണിക്കാം എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് തയ്യലിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബൂളിയൻ നോട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ബൂളിയൻ നോട്ട്സ് തയ്ക്കാനായിട്ട് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തയ്ക്കാൻ തുടങ്ങാം. ഫസ്റ്റ് വെറൈറ്റി. അപ്പോൾ ഞാൻ ഇതാ തയ്ക്കുന്നത്. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കുത്തുന്നു, പുറത്ത് ഔട്ടർ ഇതിൽ കുത്തുവാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഞാൻ പേൾ ത്രെഡ് ആട്ടോ എടുത്തേക്കുന്നത്, ആങ്കറിൻ്റെ പേൾ ത്രെഡ് എടുത്തേക്കുന്നത്. ഒരു കുറച്ച് ദൂരത്തിൽ എന്തോരം ദൂരം എനിക്ക് ഇങ്ങനെയാണ് പെറ്റിൽ വരേണ്ടത്. അപ്പോൾ ആ ഒരു ദൂരത്തിൽ ഞാൻ എടുക്കുക, ഇങ്ങനെ കുത്തിയെടുക്കുന്നു. ഇതിൻ്റെ അകത്ത് നീരിൽ ചുറ്റുന്നു. ഞാനൊരു 28 ടേൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഇതായി, ഒരു പെറ്റലായി. അത് ഞാനിവിടെ താത്തണം. ഇത് ഞാനിങ്ങനെ പൊങ്ങിയിരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഫിക്സ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇത് പൊങ്ങി വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ പെറ്റലിൻ്റെ ഹാഫ് പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുക്കും. അതിൻ്റെ സെൻറ്ററിൽ കുത്തിയെടുത്തു. ഇനി പുറത്ത് വീണ്ടും ഇതുവരെ തന്നെ ചുറ്റുക. ഇനി ബാക്കിയുള്ളതെല്ലാം സെയിം പ്രോസസ്സാണ്. സെയിം നമ്പർ ഓഫ് ടേൺസ് എടുക്കണേ. നല്ലോണം വലിച്ചു വെച്ചിട്ട് താത്തിയാൽ മതി. അങ്ങനെ ഈ ഫുൾ സെൻറ്റർ വട്ടവും കവർ ചെയ്തെടുക്കുക പുറത്തേക്കൂടെ. എന്നിട്ട് നടുക്ക് നമുക്ക് ബീഡോ എന്താണെന്ന് വെച്ചാൽ വെക്കാം. ഈ പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് പുറത്തോട്ട് എടുക്കുക. നമുക്ക് എന്തോരം ഡിസ്റ്റൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസ് എടുക്കുക. ഇത് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബൂളിയൻ നോട്ട് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു. ഒറ്റ പെറ്റൽ പോലും താഴെ തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്ക്കാം. ഒതുക്കി വയ്ക്കണമെങ്കിൽ ഒതുക്കി വയ്ക്കാം. അപ്പോൾ നടുക്ക് ഞാനൊരു ബീഡ് വെക്കാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബീഡ്. അതിപ്പം പൂ ഇങ്ങനെ പെറ്റൽസ് എല്ലാം പൊങ്ങിയിരിക്കുന്നതായിരുന്നു. ഇച്ചിരി വലിയ ബീഡ് വെക്കണമായിരിക്കും, എന്നാലും കാണത്തുള്ളൂ. അപ്പോൾ അടുത്ത ഫ്ലവർ എങ്ങനെയാണ് തയ്ക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ അടുത്തതിന് ഞാനൊരു 4 പെറ്റൽസ് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞാൻ പേൾ ത്രെഡ് തന്നെയാണ് ഇതിനും എടുത്തേക്കുന്നത്. ഇതിൻ്റെ ചെയ്യേണ്ടത്, എനിക്ക് ആദ്യത്തെ ഇങ്ങനെ ലൂസായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇതിന് ഇച്ചിരി നൂലിങ്ങനെ ഇവിടെ വെച്ചിട്ട് അതെനിക്ക് വലിക്കണ്ട. അപ്പോൾ ഇങ്ങനെ നൂല് ഇങ്ങനെ പിടിക്കുക, ഇത്രയും. അല്ലെങ്കിൽ എത്രയാണ് വേണ്ടത്, എന്തോരം ലൂസാണ് വരണ്ടേ. ആദ്യത്തെ പെറ്റിൽ ആദ്യത്തെ ചുറ്റിൽ എന്തോരം ലൂസായിട്ടാണ് വരണ്ടേന്ന് വെച്ചാൽ അത്രയും ത്രെഡ് ഒന്ന് മാറ്റി പിടിക്കുക. എന്നിട്ട് ബാക്കിയത്തെ ത്രെഡ് ഇവിടെ നീഡിൽ ചുറ്റാമുള്ളൂ. അത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിയത്തെ ചുറ്റുക. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. ചുറ്റാൻ പോവുക ബാക്കി. അപ്പോൾ ഞാൻ 25 ടേൺസ് എടുത്തിട്ടുണ്ട്. പേൾ ത്രെഡ് ആയതുകൊണ്ട് അത്രയും എടുത്തേക്കണേ. ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ ലെങ്ത്ത് വന്നോളും, 6 സ്ട്രാൻഡ്സ് ഉള്ളതുകൊണ്ട്. ഇനി സാധാരണ പോലെ ഇത് ഇത്രയും ഞാൻ വിട്ടേക്കുന്നത് ആദ്യത്തെ നൂല് ഇനി വലിച്ചെടുക്കുക. സാധാരണ പോലെ വലിച്ചെടുത്താൽ മതി, കുഴപ്പമൊന്നും പറ്റില്ല. എന്നിട്ട് പയ്യെ വലിച്ച് താത്താം. അപ്പോൾ അതേ ഒരു ലൂസായിട്ടുള്ളൊരു ഇത് ഇവിടെ വരും, പിന്നെ നീണ്ടും വരും. അങ്ങനത്തെ ഒരു പെറ്റൽ കിട്ടും. ആദ്യത്തെ ത്രെഡ് ഒന്ന് ലൂസായിട്ട് വെക്കുക. ചുറ്റുന്നതിന് മുമ്പ് ത്രെഡ് കുറച്ച് മാറ്റി വെച്ചാൽ മതി.
ഇതിപ്പോൾ ഈ ഒരു പൂ തയ്ച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിയിൽ ഞാൻ ഗ്രീൻ തയ്ക്കാം. അടിയിൽ ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് ഗ്രീൻ എടുത്തേക്കുന്നത്. എനിക്ക് മറ്റേതിൻ്റെ ഗ്രീൻ ത്രെഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടുന്ന് ഇവിടം വരെ ആയിട്ട് ഗ്രീൻ എടുക്കുവാണ്. ആങ്കറിൻ്റെ ത്രെഡ് ആയതുകൊണ്ട് അധികം ചുറ്റണ്ട. ഞാൻ 7 ടൈംസേ ചുറ്റിയിട്ടുള്ളൂ. നമുക്ക് സ്റ്റെം എങ്ങനെ വേണമെങ്കിലും തയ്ക്കാൻ. ഞാനിപ്പോൾ കോഡ് സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റെം തയ്ക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ആദ്യത്തെ ഇത് റിങ് ഇച്ചിരി പുറത്തോട്ട് വരും, ബാക്കിയെല്ലാം നല്ല ഷേപ്പിലും വരും. അങ്ങനെയും തയ്ക്കാൻ ബൂളിയൻ നോട്ട് വെച്ച്. അതൊരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡിലോട്ട് നമുക്ക് പോവാം. ഈ ഡിസൈൻ നമുക്ക് ചെയ്യാം. ഞാൻ എടുക്കുന്നു, ചുറ്റുമാണ്. സ്ട്രെയിറ്റ് തന്നെ വെക്കുന്നു. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട്. അങ്ങനെ ഇത് ഫുള്ളും ഫില്ല് ചെയ്യാം സ്ട്രെയിറ്റ് വെച്ച് തന്നെ. ഇതിപ്പോൾ ലാസ്റ്റ് പെറ്റലാണ് ഞാൻ തയ്ക്കുന്നത്. ഞാനിവിടെ ഡബിൾ കളർ പേൾ ത്രെഡ് ഇട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്, തയ്ക്കാൻ ഉപയോഗിച്ചേക്കുന്നത്. നടുക്ക് ഞാനൊരു ബീഡ് വെക്കാനാണ് പോകുന്നത്. ബീഡല്ലെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്താലും മതി. പക്ഷേ ഇത് പുറത്ത് ഇത്രയും തെറിച്ച് നിൽക്കുന്ന കാരണം നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ നടുക്കുള്ളതും തെറിച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഞാൻ അതുകൊണ്ട് ബീഡാണ് വെക്കുന്നത്. അത് ഏത് കളർ വേണമെങ്കിലും വെക്കാം. ഗോൾഡോ നിങ്ങളുടെ ത്രെഡിനും തുണിക്കും മാച്ച് ചെയ്യണത് ഏതാണെന്ന് വെച്ചാൽ. ഞാനിവിടെ വൈറ്റ് തന്നെയാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ ആ പൂവും തയ്ച്ചു. ഇനി അടുത്ത പൂവിലോട്ട് പോകാം. അടുത്ത പാറ്റേണാണ് തയ്ക്കാൻ പോണത്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമ്മൾ ഒരു ബീഡ് ഫിക്സ് ചെയ്യും. വലിയ ബീഡുണ്ടെങ്കിലായിരിക്കും അത് കുറച്ചും കൂടെ ഭംഗി. ഇതിൽ ഒത്തിരി വലിയ ബീഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ബീഡ് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ കൂടെയാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പം തൊട്ടടുത്ത് തന്നെ അതിൻ്റെ സൈഡിലായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡ് വരെ എന്തോരം മുഴുപ്പുണ്ട് സൈഡിലോട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. കുറച്ച് ലെങ്ത് ഉള്ള കാരണം കുറച്ച് വട്ടം ചുറ്റിയാൽ മതി. ഒരാൾക്കൊരു ബീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ അധികം വലിയ ബീഡല്ല, അതുകൊണ്ട് എനിക്ക് 6-7 ടൈംസ് ചെയ്താൽ മതി. ഇതുവരെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. ബീഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുവരെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ബീഡിൻ്റെ മേളിൽ കൂടെയാണ് തയ്ക്കാൻ പോകുന്നത്. ഇവിടെ എത്ര വട്ടം ചുറ്റി അത്ര തന്നെ ഇവിടെയും ചുറ്റുക ഈ സൈഡിൽ. എൻ്റെ ഈ ചുറ്റലിൻ്റെ കണക്ക് വെച്ച് നിങ്ങളാരും ചുറ്റാൻ പോരുതെന്ന് വെച്ചാൽ എൻ്റെ ത്രെഡ് പേൾ ത്രെഡാണ് ഒന്ന്, പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീഡിൻ്റെ സൈസ് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാർ കാണുമ്പോൾ നമുക്കൊരു മനസ്സിലാവില്ല എന്തോരം എടുക്കണം എന്നുള്ളത്. ആ ഒരു ഇതിൽ എടുക്കുക. ഇനി കുറച്ചും കൂടെ വലിയ പെറ്റൽ തയ്ക്കാനായിട്ട് കുറച്ചും കൂടെ ടേൺസ് കൂടുതൽ എടുക്കുക. ഇതിൻ്റെ മേലിലോട്ട് തയ്ക്കാൻ പോണത്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വേണം. ഈ ബീഡിൻ്റെ അടിയിൽ കൂടെ എടുക്കണം സൂചി. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡ് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ തയ്ക്കുക. രണ്ടും ഈക്വലായിട്ട് പോവുക, രണ്ട് സൈഡും.
വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും നിർത്താം, അല്ലെങ്കിൽ ഒരു പെറ്റലും കൂടെ രണ്ട് സൈഡിലും തയ്ച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബീഡും കാണും, ബാക്കിയെല്ലാം പെറ്റൽസും കാണും. ഇപ്പം മൊട്ട് പോലെ ഇരിക്കും. ഇത് ബീഡിൻ്റെ അടിയിൽ കൂടെ എടുക്കാൻ ഒരു ഇച്ചിരി പാടുണ്ടാവും തുണി, ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ. ഓക്കെ ആണ്. ഇപ്പം കണ്ടോ, ഒരു കുഞ്ഞ് പൂ പോലെ ഉണ്ടല്ലോ. താഴെ തണ്ടും കൂടെ ഒന്ന് തയ്ക്കാം നമുക്ക്. അതിപ്പോൾ ഏത് ത്രെഡ് കഴിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡ് എടുക്കുന്നത്. പേൾ കോട്ടൻ്റെ ഗ്രീൻ കളർ എൻ്റെ കയ്യിലുണ്ടായില്ല. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളവർ തയ്ക്കുക. സ്റ്റെമ്മോ, ഞാനിപ്പം ഇവിടെ സ്റ്റെം തയ്ക്കണേ. ഇപ്പോൾ ബൂളിയൻ നോട്ട് വെച്ച് നമ്മൾ 4 ഡിഫറെൻറ്റ് ടൈപ്സിൽ തയ്ക്കാൻ കണ്ടു പൂക്കൾ. ഈ 4 നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ബാക്കിത്തെ 3 ഇതായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ ബൂളിയൻ നോട്ട് വെച്ച് 4 രീതിയിൽ ഫ്ലവേഴ്സ് തയ്ക്കുന്നത്, 4 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് വെച്ച് 4 രീതിയിൽ തയ്ക്കുന്നത് നിങ്ങൾ കണ്ടു. ഇനി അടുത്ത ദിവസം നമുക്ക് ബാക്കി 3 രീതിയും കൂടെ കാണാം. അതുവരേക്കും ബൈ.